ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ലേറ്റസ്റ്റ് അസസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഇത് ഈ ചാപ്റ്ററിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. മുമ്പത്തെ പാർട്ടുകളിൽ മറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതിലെ ലാസ്റ്റ് ടെക്സ്റ്റിലെ എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ മുതൽ ചെയ്യുന്നു. ദ സിംബൽസ് ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൻ. Mg12 mass number 24, C carbon 6 mass number 12, N7 mass number 15, C6 mass number 14, Na sodium 11 mass number 24. അതിലെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പെയർ ഓഫ് ഐസോടോപ്സ് ഫ്രം ദ ഗിവൺ എലമെൻറ്റ്സ്. റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ഇറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദ ഗിവൺ എലമെൻറ്റ്സ്. ചെയ്ത് നോക്കാം. ഇതിലെ സബ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പെയർ ഓഫ് ഐസോടോപ്സ് ഫ്രം ദ ഗിവൺ എലമെൻറ്റ്സ്. റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ഇറ്റ്. ഇതിലെ ഐസോടോപ്സ്, അതേ ക്വസ്റ്റ്യൻ. ഐസോടോപ്സ് കാർബൺ തന്നെ. ഇവിടെ നോക്കാം, കാർബൺ 6 കാർബൺ 6 ആണ്. അതിൽ മാസ് നമ്പർ ഒന്നിൽ 12 ആണ്, ഒന്നിൽ മാസ് നമ്പർ 14 ആണ്. കാർബൺ സെയിം അറ്റോമിക് നമ്പറാണ്, സെയിം എലമെൻറ്റ്. സെയിം എലമെൻറ്റിന് വ്യത്യസ്ത മാസ് നമ്പർ വരുന്നത് കാർബൺ 14ഉം കാർബൺ 12ഉം ആണ്. അപ്പോൾ അതാണ് ഐസോടോപ്സ്. കാർബൺ 12ഉം കാർബൺ 14ഉം ആണ് ഐസോടോപ്സ്. ഇനി ഇതിൻ്റെ റീസൺ എന്താണ്? ദെയർ ആറ്റോമിക് നമ്പേഴ്സ് ആർ സെയിം, മാസ് നമ്പേഴ്സ് ആർ ഡിഫറെൻറ്റ്, ദേ ആർ ദ ഐസോടോപ്സ് ഓഫ് സെയിം എലമെൻറ്റ് കാർബൺ. ഇതിലെ ബി ക്വസ്റ്റ്യൻ, സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദ ഗിവൺ എലമെൻറ്റ്സ്. ഇതിലെ ഐസോബാർ കണ്ടുപിടിക്കുക. അപ്പോൾ ഐസോബാർ എന്ന് പറയുമ്പോൾ സെയിം മാസ് നമ്പർ ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് Mgയുടെ മാസ് നമ്പർ 24 ആണ്. അതുപോലെ മാസ് നമ്പർ 24 വരുന്നത് ഇവിടെ Na സോഡിയം ഉണ്ട്. ഒരേ മാസ് നമ്പർ വരുന്നു, വ്യത്യസ്ത എലമെൻറ്റ്സ്. ഐസോബാർസ് ഇതാണ്. Mg12 മാസ് നമ്പർ 24, Na സോഡിയം മാസ് നമ്പർ 11, ആറ്റോമിക് നമ്പർ 11 ആണ്, മാസ് നമ്പർ 24 ആണ്. ഇത് വ്യത്യസ്ത എലമെൻറ്റ്സ് ആണ്, പക്ഷേ സെയിം മാസ് നമ്പറാണ്. ഇതാണ് ഇതിൻ്റെ ഐസോബാർസ്. ഇതിലെ 6th ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം എ ആൻഡ് ബി സ്യൂട്ടബിളി. നമുക്കിവിടെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം, പ്രത്യേകിച്ച് എഴുതുന്നില്ല, ഇതിൽ തന്നെ മാർക്ക് ചെയ്യുന്നു. പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ ആവിഷ്കരിച്ചത് J.J. തോംസൺ. അടുത്തത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ കണ്ടുപിടിച്ചത് റിദർഫോർഡ് ആണ്. കാനൽ റേസ് ഗോൾഡ്സ്റ്റൈൻ ആണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഞാൻ എളുപ്പത്തിന് മാർക്ക് ചെയ്തെന്നുള്ളൂ. എക്സാമിന് അത് എടുത്ത് പ്രത്യേകമായിട്ട് കോളം വരച്ച് എഴുതണം. സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ അവിടെ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ മാർക്ക് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ പോരാ, പ്രത്യേകം എടുത്ത് എഴുതി കോളം വരച്ച് തന്നെ ചെയ്യണം. ഇനി ഇതിലെ 7th ക്വസ്റ്റ്യൻ, ദി അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ആർ 15 ആൻഡ് 31 റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ദിസ് ആറ്റം? ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ ആറ്റം? ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ നമുക്ക് എഴുതാം. സി ക്വസ്റ്റ്യൻ നമുക്ക് വരയ്ക്കാം. What is the number of valence electron in this atom? Valence electron എന്ന് പറഞ്ഞാൽ number of electrons in the last shell of an atom is called valence electron. ഒരു ആറ്റത്തിൻ്റെ ലാസ്റ്റ് ഷെല്ലിലെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ അറ്റോമിക് നമ്പർ 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പിലുള്ള 2 ഷെല്ലുകൾ നോക്കണം. അപ്പോൾ ആദ്യത്തെ ഷെല്ല് 2 എണ്ണം, 2, രണ്ടാമത്തെ ഷെല്ല് 8 എണ്ണം, 2 8 10 പിന്നെ ബാക്കിയുള്ളത് പുറമേയുള്ള ഷെല്ലാണ്. അപ്പോൾ അവിടെ ഈ 2ഉം 8ഉം 10ഉം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതായിരിക്കും പുറമത്തെ ഷെല്ലുണ്ടാവും. അപ്പോൾ ഇവിടെ 15 ആണ് അറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ 2 8 10 പോയിട്ട് ബാക്കിയുള്ള 5 ഇലക്ട്രോൺ ആയിരിക്കും വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ടാവുക. നമ്പർ ഓഫ്
വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം ഈക്വൽ ടു 5 എണ്ണമായിരിക്കും. ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ആറ്റം? ന്യൂട്രോണുകളുടെ എണ്ണം പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടുന്നതാണ് നമുക്ക് മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പർ ഇവിടെ 31 എന്ന് തന്നിട്ടുണ്ട്. 31 മൈനസ് അറ്റോമിക് നമ്പർ 15 ആണ്. അതായത് പ്രോട്ടോണുകളുടെ എണ്ണം 15 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നും 15 കുറച്ചാൽ മൈനസ് 15 ഇസ് ഈക്വൽ ടു അതായിരിക്കും നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ 31ൽ നിന്ന് 15 കുറച്ചു. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇവിടെ 16 എണ്ണമായിരിക്കും. ഇനി സി ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. നമുക്ക് വരയ്ക്കാം. ഇവിടെ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്, അതായത് ഓർബിറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നോക്കേണ്ട കാര്യം, ഇത് ഫോസ്ഫറസ് ആണ് എലമെൻറ്റ്. ഇതിൽ അറ്റോമിക് നമ്പർ 15 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് കാണാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അതായത് 2, 8, 5 ആണ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് 16 കിട്ടി. അപ്പോൾ പ്രോട്ടോൺ അറ്റോമിക് നമ്പർ 15 ആണ്. പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 15 ആണ്. അതുപോലെ ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു 16 ആണ്. ഇത് നമ്മൾ നടുക്കത്ത് വരച്ച ഈ സർക്കിൾ നമ്മൾ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി വേണ്ടത് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വേണം. ഇവിടെ 2 ഇലക്ട്രോണെ മാർക്ക് ചെയ്തു. ഈ സെക്കൻഡ് ഷെല്ലിൽ എന്തായാലും 8 ഇലക്ട്രോൺ ആയിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺ. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോണെ മാർക്ക് ചെയ്തു. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ് ഉള്ളത്. 1, 2, 3, 4, 5 ഇലക്ട്രോൺ. അപ്പോൾ 2, 8, 5 ഇങ്ങനെ ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. അത് നമ്മൾ വരച്ചു വെച്ചു. ഇനി ഇതിലെ 8th ക്വസ്റ്റ്യൻ, അതാണ് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐസോട്ടോപ്പ് ഓഫ് ആൻ എലമെന്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. വിച്ച് ഈസ് ദിസ് ഐസോട്ടോപ്പ്? ഏത് ഐസോട്ടോപ്പാണ് ഫോസിലിൻ്റെ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? വിച്ച് ആർ ദ അതർ 2 മെയിൻ ഐസോട്ടോപ്സ് ഓഫ് ദിസ് എലമെൻറ്റ്? ഈ എലമെൻറ്റിൻ്റെ, ആ മൂലകത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട 2 ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോട്ടോപ്പ്. ഇതിൽ എ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദിസ് ഐസോട്ടോപ്പ്? അത് കാർബൺ 14 ആണ് ഈ ഐസോട്ടോപ്പ്. ഇതിൽ ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ other 2 main isotopes of this element? അത് കാർബൺ 12ഉം കാർബൺ 13ഉം ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോട്ടോപ്പ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോട്ടോപ്പ്. ഒന്നാമത്തത് ഇതിലെ സി ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ കാർബൺ 12. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ കാർബൺ 12ലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 12. ഇന്ന് 12 ആണ് മാസ് നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് വേണ്ടത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 6 ആണ്. അതായത് അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ 12ൽ നിന്നും 6 കുറയ്ക്കുക. 12 മൈനസ് 6 ഈക്വൽ ടു 6 ആണ് കാർബൺ 12ൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി അടുത്തത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ കാർബൺ 13. കാർബൺ 13ൻ്റെ മാസ് നമ്പർ 13 മൈനസ് അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ 13 മൈനസ് 6 ഈക്വൽ ടു 7 ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ കാർബൺ 14. കാർബൺ 14ൻ്റെ മാസ് നമ്പർ 14 ആണ് മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ അത് 6 ആണ്. 14 മൈനസ് 6 ഈക്വൽ ടു 8 ആണ്. അപ്പോൾ ഐസോട്ടോപ്സ് ഓഫ് ആൻ എലമെന്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. അത് കാർബൺ 14 ആണ്. വിച്ച് ആർ ദ അതർ 2 മെയിൻ ഐസോട്ടോപ്സ് ഓഫ് ദിസ് എലമെന്റ്? അത് കാർബൺ 12ഉം കാർബൺ 13ഉം ആണ് മറ്റ് 2 ഐസോട്ടോപ്പുകൾ. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ അതിൻ്റെ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചു അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ചു. അപ്പോൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14ൻ്റെ
ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറിൽ നിന്നും 12-ൽ നിന്നും 13-ൽ നിന്നും 14-ൽ നിന്നും 6 വീതം കുറച്ച് നമുക്ക് 6, 7, 8 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ 8 ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.